ഹായ് എവരിവൺ, അപ്പോൾ എല്ലാവർക്കും ഇൻഫോക്രസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ യൂട്യൂബിൽ തമ്പനെയിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന തമ്പനെയിൽ ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സെറ്റ് ചെയ്തതാണ്. ഈ കാണുന്ന രണ്ട് തമ്പനെയിലാണ് ഞാൻ ഇൻഷോട്ട് ഉപയോഗിച്ച് സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് നമുക്ക് ഇൻഷോട്ട് ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ 3 ഓപ്ഷൻ കാണാം: വീഡിയോ, ഫോട്ടോ, കൊളാഷ്. അപ്പോൾ ഈ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഇമേജിലാണോ തമ്പനെയിൽ ഉണ്ടാക്കാനുള്ളത് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ഇതുപോലെ ബ്ലാക്ക് എഡ്ജസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് എങ്കിൽ അതിനെ ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത പിക്ചർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാക്ക് എഡ്ജസ് ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ അത് ക്രോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ക്യാൻവാസിൽ പോയിട്ട് യൂട്യൂബിൻ്റെ 16:9 റേഷ്യോയിലേക്ക് ഈ ഇമേജിനെ ഒന്ന് മാറ്റി കൊടുക്കുക. അതിപ്പോൾ ഇമേജ് നമുക്ക് വലുതാക്കണേലും ചെറുതാക്കണേലും ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ ശരിയാക്കാവുന്നതാണ്. ഞാനിവിടെ സൈഡിലാണ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഇമേജിനെ സൈഡിലേക്ക് മാറ്റിയത്. അടുത്ത് നമുക്ക് ഫിൽറ്ററിലേക്ക് പോയാൽ ഇവിടെ കളേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ നിങ്ങളത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കോൺട്രാസ്റ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനൊക്കെ അനുസരിച്ച് കോൺട്രാസ്റ്റും വാംത്തും ഒക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് വേണോ, ഇമേജിൻ്റെ ബ്ലർ ബാക്ക്ഗ്രൗണ്ട് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിവിടെ പിക്ചറിൽ കളർ ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഗ്രേഡിയൻ്റ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിലേത് ഗ്രേഡിയൻ്റ് വേണോ അത് നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളറാണ് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സ്റ്റിക്കർ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഷെയർ എന്നുള്ള സ്റ്റിക്കർ നമുക്ക് എല്ലാ തമ്പനെയിലും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഷെയർ ചെയ്യുക എന്നുള്ളവരിൽ നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിവിടെ ആവശ്യമുള്ള സ്റ്റിക്കേഴ്സ് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു പിക്ചറിൻ്റെ ലോഗോ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വേറെ പിക്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു പിക്ചർ ഈ ലോഗോയുടെ സൈഡിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ടെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ ഞാൻ ഇൻഫോക്രസ്റ്റ് എന്ന് തന്നെ ഞാൻ ടൈപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഏത് ടെക്സ്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ പെർമനൻറ്റ് മാർക്കർ തന്നെ കൊടുക്കുവാണ്. കളറ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേറെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ടെക്സ്റ്റ് ബോക്സ് പോലെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോൾ ഇൻഫോക്രസ്റ്റ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം നമുക്കിനി വീണ്ടും ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ടെക്സ്റ്റിലേക്ക് കൊടുക്കുക. ന്യൂ വീഡിയോ എന്ന് ഞാൻ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. ന്യൂ വീഡിയോയിൽ നമുക്ക് ഇതുപോലെ കളേഴ്സ് മാറ്റാം. അപ്പോൾ ആദ്യം കൊടുത്ത കളർ തന്നെ താഴെയും കൊടുക്കാതിരിക്കുക. ടെക്സ്റ്റ് ബോക്സ് വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കളർ മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഡാർക്ക് കളറാണ് നല്ലത്. ഞാനിവിടെ ന്യൂ വീഡിയോ എന്ന് കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വാച്ച് ടിൽ എൻഡ് എന്നൊരു ടെക്സ്റ്റ് കൊടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ കളറും ഞാൻ ഒന്ന് മാറ്റുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കളറിൽ നിന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാനിവിടെ കളർ മാറ്റുവാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് 3ഉം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കീബോർഡ് മംഗ്ലീഷ് കീബോർഡാണ്. അപ്പോൾ മംഗ്ലീഷ് കീബോർഡിൽ തന്നെ ഒരുപാട് സ്മൈലീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇനി അടുത്ത ഫ്രെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കിവിടെ ഫ്രെയിം എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം, വേണ്ട എങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. ഞാനിവിടെ എക്സാമ്പിളിന് വേണ്ടി ഒരു ഫ്രെയിം കൊടുത്തു എന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ഇമേജ് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ആംഗിൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആംഗിളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിവിടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമേജ്. ഞാനിവിടെ വെറുതെ നിങ്ങൾക്കൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തമ്പനെയിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തതായി ഇവിടെ ഉള്ള ഓപ്ഷൻ എല്ലാം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമ്മളിവിടെ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആഡ്സ് വരുവാണെങ്കിൽ ആഡ്സ് ക്ലോസ് ചെയ്തതിന് ശേഷം സേവ്ഡ് എന്നുള്ള ഗ്രീൻ ടിക്കിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇപ്പോൾ നിങ്ങളുടെ ഇമേജ് ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓൾറെഡി ഉണ്ട്.
അതുകൊണ്ട് അതിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഈ ആപ്ലിക്കേഷനിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ ടിപ്സ് ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഇതല്ലാതെ എന്തെങ്കിലും പോയിന്റ്സ് ഇതിൽ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുവാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.